നിങ്ങളുടെ ശരീരത്തിലെ ഏകദേശം വരുന്ന 70,000 ഞരമ്പുകൾ ഒത്തുചേരുന്ന ആ കേന്ദ്രബിന്ദു എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? കേവലം 2 തുള്ളി എണ്ണ മതി നിങ്ങളുടെ സൗന്ദര്യവും ആരോഗ്യവും ആയുസ്സും വർദ്ധിപ്പിക്കുന്ന അത്ഭുതകരമായൊരു രഹസ്യം നിങ്ങളുടെ ശരീരത്തിൽ തന്നെയുണ്ട്. നമ്മൾ പലപ്പോഴും ഒട്ടും ശ്രദ്ധിക്കാത്ത, എന്നാൽ ജീവന്റെ ഉറവിടമായ നാഭി അഥവാ പൊക്കിളെന്ന അവയവത്തിന് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ മതിയാവൂ. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ പല ഋഷിവര്യന്മാരും നമുക്ക് പകർന്നു നൽകിയ അറിവാണിത്. കാന്തത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സാധാരണക്കാരനായ ഒരാൾക്ക് പോലും തന്റെ ജീവിതം മാറ്റിയെഴുതാൻ കഴിയുന്ന അത്യന്തം ഗൗരവകരമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. രാത്രി ഉറങ്ങുന്നതിന് തൊട്ടുമുൻപ് നിങ്ങൾ ചെയ്യുന്ന ചെറിയൊരു കാര്യം എങ്ങനെയാണ് നിങ്ങളുടെ വിധിയെപ്പോലും സ്വാധീനിക്കുന്നതെന്ന് പ്രകൃതിയും ആയുർവേദവും നമ്മെ പഠിപ്പിക്കുന്നു. അതെ, നാഭി ചികിത്സ അഥവാ പൊക്കിളിൽ എണ്ണയൊഴിക്കുന്ന അത്ഭുത വിദ്യയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതൊരു സാധാരണ സൗന്ദര്യ സംരക്ഷണ ടിപ്പ് മാത്രമല്ല. അമിതമായ മുടികൊഴിച്ചിൽ മുതൽ മാറാത്ത സന്ധിവേദന വരെ, മുഖത്തെ അകാല ചുളിവുകൾ മുതൽ വിട്ടുമാറാത്ത ദഹന പ്രശ്നങ്ങൾ വരെ, എന്തിന് മാനസികമായ ഉല്ലാസത്തിന് വരെ കാരണമാകുന്ന വലിയൊരറിവാണിത്. ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നത് വഴി ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും എളുപ്പമേറിയതും ഫലപ്രദവുമായ ഈ ആരോഗ്യ രഹസ്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. എങ്കിൽ പിന്നെ വൈകിപ്പിക്കേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പ്രിയപ്പെട്ടവരെ, പണ്ടുകാലം മുതലേ പല ആചാര്യന്മാരും പറയുമായിരുന്നു, രോഗിയായ ഒരു രാജാവിന് ഒരിക്കലും നല്ലൊരു ഭരണാധികാരിയാകാൻ കഴിയില്ലെന്നും രോഗിയായ ഒരു മനുഷ്യന് ഒരിക്കലും തന്റെ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയില്ലെന്നും. കാരണം ആരോഗ്യമാണ് എല്ലാത്തിനുമുള്ള ഉടമ്പടി. നമ്മുടെ ശരീരം ഒരു വലിയ സാമ്രാജ്യമാണ്. ആ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമെന്ന് പറയുന്നത് നമ്മുടെ നാഭിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ ആ കുഞ്ഞിനു വേണ്ട ആഹാരവും ശ്വാസവും ജീവചൈതന്യവും ലഭിക്കുന്നത് എവിടെ നിന്നാണ്? അത് പൊക്കിൾ കൊടിയിലൂടെയാണ്. അതായത് മനുഷ്യ ശരീരത്തിന്റെ നിർമ്മാണം തന്നെ ആരംഭിക്കുന്നത് നാഭിയിൽ നിന്നാണ്. നമ്മുടെ ശരീരത്തിലെ 72,000 നാഡികൾ സംഗമിക്കുന്ന സ്ഥലമാണ് പൊക്കിൾ. അതുകൊണ്ടാണ് ഇതിനെ ശരീരത്തിന്റെ സെൻട്രൽ പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഒരു ചെടി ഉണങ്ങിപ്പോകാൻ തുടങ്ങുമ്പോൾ നമ്മൾ വെള്ളമൊഴിക്കുന്നത് അതിന്റെ ഇലകളിലേക്കല്ല, മറിച്ച് അതിന്റെ വേരുകളിലേക്കാണ്. വേരുകളിൽ വെള്ളം നനച്ചാൽ ആ ചെടി മുഴുവൻ തഴച്ചു വളരും. ഇതുപോലെയാണ് മനുഷ്യ ശരീരവും. നാഭിയിൽ, അതായത് നമ്മുടെ ശരീരത്തിന്റെ വേരിൽ 2 തുള്ളി സ്നേഹം അല്ലെങ്കിൽ 2 തുള്ളി എണ്ണ നൽകിയാൽ അത് ശിരസ് മുതൽ പാദം വരെ അത്ഭുതകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ചാണക്യൻ തന്റെ തന്ത്രങ്ങളിൽ എപ്പോഴും പറയാറുണ്ട്, പ്രശ്നങ്ങളുടെ വേരുകളിലാണ് ചികിത്സ വേണ്ടത് എന്ന്. ഉപരിപ്ലവമായ ചികിത്സ കൊണ്ട് കാര്യമില്ല. അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുൻപ് പൊക്കിളിൽ എണ്ണയൊഴിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളാണ് ലഭിക്കുക എന്ന് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ഞാനിവിടെ പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ അക്കമിട്ട് പറയുന്നുണ്ട്. നമ്പർ 1, മുഖത്തെ തിളക്കത്തിനും സൗന്ദര്യത്തിനും, ഫോർ ഗ്ലോയിങ് സ്കിൻ. പലരും മുഖത്തെ കുരുക്കളും പാടുകളും മാറാൻ വില കൂടിയ ക്രീമുകൾ വാങ്ങി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ചാണക്യനീതി പ്രകാരം സൗന്ദര്യമെന്നത് ഉള്ളിലെ ആരോഗ്യത്തിന്റെ പ്രതിഫലനമാണ്. നിങ്ങൾക്ക് തിളക്കമുള്ള മുഖം വേണോ? എങ്കിൽ രാത്രി കിടക്കുന്നതിനു മുൻപ് 2 തുള്ളി ബദാം ഓയിൽ നിങ്ങളുടെ പൊക്കിളിൽ ഒഴിച്ച് മസാജ് ചെയ്യുക. ഇത് പതിവായി ചെയ്താൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ മുഖത്തെ കാന്തി വർദ്ധിക്കുന്നത് കാണാം. ബദാം ഓയിലിലെ വിറ്റമിൻ ഇ നാഭി വഴി ശരീരത്തിലെ സൂക്ഷ്മനാഡികളിലേക്ക് ഇറങ്ങിച്ചെന്ന് രക്തശുദ്ധി വരുത്തുകയും ചർമ്മത്തിന് സ്വാഭാവികമായ തിളക്കം നൽകുകയും ചെയ്യുന്നു. നമ്പർ 2, കാഴ്ചശക്തിക്കും വരണ്ട ചർമ്മത്തിനും, ഫോർ ഐസൈറ്റ് ആൻഡ് ഡ്രൈ സ്കിൻ. ഇന്നത്തെ കാലത്ത് മൊബൈലും കമ്പ്യൂട്ടറും ഉപയോഗിച്ച് നമ്മുടെ കണ്ണുകൾ പെട്ടെന്ന് ക്ഷീണിക്കുന്നു. കണ്ണിന്റെ കാഴ്ചശക്തി കുറയുന്നു, ചർമ്മം വരളുന്നു. ഇതിനുള്ള ഏറ്റവും മികച്ച പരിഹാരം ശുദ്ധമായ പശുവിൻ നെയ്യാണ്. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അല്പം നെയ്യ് ചെറുതായി ചൂടാക്കി അത് പൊക്കിളിൽ ഒഴിക്കുക. ഇത് കണ്ണിന്റെ ഞരമ്പുകളെ ബലപ്പെടുത്തുന്നു. പരുക്കൻ ചർമ്മം, വരണ്ട ചുണ്ടുകൾ എന്നിവയൊക്കെ മാറി ശരീരം മൃദുവാകാൻ ഇത് സഹായിക്കും. കണ്ണാണ് മനസ്സിന്റെ വാതിൽ എന്ന് ചാണക്യൻ പറയാറുണ്ട്. ആ വാതിൽ തെളിച്ചമുള്ളതാക്കാൻ നെയ്യ് സഹായിക്കും. നമ്പർ 3, സന്ധിവേദനയ്ക്കും വാതരോഗങ്ങൾക്കും, ഫോർ ജോയിന്റ് പെയിൻ. പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ അമിതമായ അധ്വാനം കൊണ്ട് പലർക്കും മുട്ടുവേദനയും നടുവേദനയും അനുഭവപ്പെടാറുണ്ട്. ഇതിന് ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നത് കടുകെണ്ണയാണ്. കടുകെണ്ണയ്ക്ക് ഉഷ്ണവീര്യമാണുള്ളത്.
രാത്രി പൊക്കിളിൽ കടുകെണ്ണ ഒഴിച്ച് തടവുന്നത് ശരീരത്തിലെ വാദത്തെ ശമിപ്പിക്കുന്നു. സന്ധികളിലെ വേദന കുറയ്ക്കാനും പേശികൾക്ക് ബലം നൽകാനും ഇത് ഉത്തമമാണ്. രാവിലെ ഉണരുമ്പോൾ നല്ല ഉന്മേഷം ലഭിക്കാൻ ഇത് സഹായിക്കും. നമ്പർ 4. മുടി വളരാനും പ്രത്യുൽപാദനശേഷിക്കും. ഫോർ ഹെയർ ഗ്രോത്ത് ആൻഡ് ഫെർട്ടിലിറ്റി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇന്ന് പലരും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് മുടികുഴിച്ചിൽ, അതുപോലെ തന്നെ വന്ധ്യതാ പ്രശ്നങ്ങൾ. ഇതിന് രണ്ടിനും ഒരേ പരിഹാരമേയുള്ളൂ: വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ. രാത്രി കിടക്കും മുൻപ് 3 തുള്ളി വെളിച്ചെണ്ണ പൊക്കിളിലൊഴിക്കുക. ഇത് നിങ്ങളുടെ ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും പുരുഷന്മാരിലെ ബീജസംഖ്യ വർദ്ധിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ മുടി നരയ്ക്കുന്നത് തടയാനും മുടി തഴച്ചു വളരാനും നാഭിയിലെ വെളിച്ചെണ്ണ പ്രയോഗം സഹായിക്കുമെന്ന് പഴമക്കാർ പറയുന്നു. നമ്പർ 5. മുഖക്കുരു മാറ്റാൻ. മുഖത്തെപ്പോഴും കുരുക്കൾ വന്നു പൊങ്ങുന്ന പ്രകൃതമാണോ നിങ്ങളുടേത്? എങ്കിലത് ശരീരത്തിലെ അശുദ്ധമായ രക്തം കാരണമാണ്. ഇതിന് ആര്യവേപ്പെണ്ണയാണ് ഉത്തമം. വേപ്പെണ്ണയ്ക്ക് അണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. നാഭിയിൽ വേപ്പെണ്ണ പുരട്ടുന്നത് വഴി രക്തത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യപ്പെടുകയും മുഖക്കുരു, വൈറ്റ് ഹെഡ്സ് എന്നിവ വരുന്നത് തടയുകയും ചെയ്യുന്നു. ചാണക്യൻ ശത്രുക്കളെ വേരോടെ പിഴുതെറിയണമെന്ന് പറയുന്നതുപോലെ വേപ്പെണ്ണ ചർമ്മരോഗങ്ങളെ വേരോടെ നശിപ്പിക്കുന്നു. നമ്പർ 6. ദഹനത്തിനും ഗ്യാസ് ട്രബിളിനും. വയറാണ് എല്ലാ രോഗങ്ങളുടെയും തുടക്കം. ദഹനം ശരിയല്ലെങ്കിൽ മനസ്സ് ശരിയാകില്ല. ഗ്യാസ് ട്രബിൾ, നെഞ്ചിരിച്ചൽ എന്നിവയുള്ളവർ കടുകെണ്ണയും ഇഞ്ചിനീരും ചേർന്ന മിശ്രിതമോ അല്ലെങ്കിൽ വെറും കടുകെണ്ണയോ നാഭിയിൽ പുരട്ടുന്നത് ദഹനവ്യവസ്ഥയെ ശക്തിപ്പെടുത്തും. നമ്പർ 7. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ. ഇന്നത്തെ തിരക്കേറിയ ലോകത്ത് സമാധാനം കിട്ടാൻ പ്രയാസമാണ്. ഉറക്കമില്ലായ്മ പലരെയും അലട്ടുന്നു. ഇതിന് പൊക്കിളിൽ ലാവെൻഡർ ഓയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇത് മനസ്സിനെ ശാന്തമാക്കുകയും നല്ല ഉറക്കം നൽകുകയും ചെയ്യുന്നു. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി പറയാം. വെറുതെ എണ്ണയൊഴിച്ചാൽ മാത്രം പോരാ, അതിനൊരു രീതിയുണ്ട്. ആദ്യം രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടുമുമ്പ് കിടക്കയിൽ മലർന്നു കിടക്കുക. മനസ്സ് ശാന്തമാക്കുക. നിങ്ങൾ തിരഞ്ഞെടുത്ത എണ്ണ, വെളിച്ചെണ്ണയോ നെയ്യോ കടുകെണ്ണയോ, ഒരു ഡ്രോപ്പർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വിരൽ തുമ്പിലോ എടുക്കുക. കൃത്യം 2 മുതൽ 3 തുള്ളി വരെ എണ്ണ പൊക്കിളിലേക്ക് ഒഴിക്കുക. എണ്ണയൊഴിച്ച ശേഷം വിരലുപയോഗിച്ച് പൊക്കിളിനു ചുറ്റും ഘടികാരദിശ അഥവാ ക്ലോക്ക് വൈസ് മൃദുവായി മസാജ് ചെയ്യുക. ഏകദേശം 5 മുതൽ 10 മിനിറ്റ് വരെ ഇങ്ങനെ മസാജ് ചെയ്യാം. ആ എണ്ണ നാഭിയിലൂടെ ഉള്ളിലേക്ക് വലിഞ്ഞു ചേരുന്നതുവരെ കാത്തിരിക്കുക. പൊക്കിളിനു ചുറ്റും 1-2 ഇഞ്ച് വിസ്തൃതിയിൽ മസാജ് ചെയ്യുന്നത് വയറ്റിലെ പേശികൾക്കും ഗുണം ചെയ്യും. സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം ആരോഗ്യം ലഭിക്കില്ല. അത് പ്രാവർത്തികമാക്കണം. ഇത് കേവലം ഒരു എണ്ണ തേക്കൽ മാത്രമല്ല, ഇത് സ്വയം സ്നേഹിക്കാനുള്ള ഒരു സമയമാണ്. ദിവസവും രാത്രി ലോകത്തിന്റെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് സ്വന്തം ശരീരത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന ആ 5 മിനിറ്റ്, അത് വലിയൊരു ധ്യാനമാണ്. നമ്മുടെ ശരീരം പ്രകൃതിയുടെ ഒരു ദാനമാണ്. ആ ശരീരത്തെ പരിപാലിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ചാണക്യൻ പറയുന്നതുപോലെ, നാളെ വരാനിരിക്കുന്ന വിപത്തുകളെ തടയാൻ ഇന്ന് തന്നെ തയ്യാറെടുക്കുന്നവരാണ് ബുദ്ധിമാൻ. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ ചെറിയ പ്രവൃത്തി നാളെ വരാനിരിക്കുന്ന വലിയ രോഗങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിച്ചേക്കാം. ഈ ശീലം ഇന്ന് തന്നെ തുടങ്ങൂ. വെറും 21 ദിവസം തുടർച്ചയായി ഇത് ചെയ്തു നോക്കൂ. നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലുമുണ്ടാകുന്ന മാറ്റം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന ആ തിളക്കം, രാവിലെ എഴുന്നേൽക്കുമ്പോഴുണ്ടാകുന്ന ആ ഊർജം, അത് നിങ്ങൾ അനുഭവിക്കുക തന്നെ വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങളോടൊരു ചെറിയ ചോദ്യം. ഇന്ന് രാത്രി മുതൽ നിങ്ങൾ പൊക്കിളിൽ ഏതെണ്ണയായിരിക്കും പുരട്ടാൻ പോകുന്നത്? അത് വെളിച്ചെണ്ണയാണോ, നെയ്യാണോ, അതോ ബദാം ഓയിലാണോ? നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് താഴെ കമന്റ് ചെയ്ത് അറിയിക്കൂ. ഏവരുടെയും അഭിപ്രായങ്ങൾ വായിക്കാൻ ഞാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും ധൈര്യമായി ചോദിച്ചോളൂ. നല്ല അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്താൻ നിങ്ങളുടെ ഓരോ ലൈക്കും വലിയൊരു സഹായമാണ്. അതുകൊണ്ട് ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്തു നൽകുക. ജീവിതത്തെ കൂടുതൽ അർത്ഥവത്താക്കാനും കൾക്കായി കാന്തം എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആ ബെൽ ഐക്കണും കൂടി അമർത്തിയാൽ ഞാൻ പങ്കുവയ്ക്കുന്ന പുതിയ വിശേഷങ്ങൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അടുത്ത വീഡിയോയിൽ
നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കാൻ പോകുന്ന മറ്റൊരു രഹസ്യവുമായി ഞാൻ വരുന്നുണ്ട്. ആ രഹസ്യം എന്താണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല, പക്ഷേ ഒന്നുറപ്പാണ്, അതൊരു കണ്ണു തുറപ്പിക്കുന്ന അനുഭവമായിരിക്കും. ആ വീഡിയോയ്ക്കായി കാത്തിരിക്കുക. അതുവരെ എല്ലാവർക്കും ആരോഗ്യവും സന്തോഷവും നിറഞ്ഞൊരു ജീവിതം ആശംസിക്കുന്നു. പരക്കട്ടെ പ്രകാശം.